CBK സലീം യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെന്നൈയിലെ ഒരു ബീച്ച്, ഇലിയറ്റ് ബീച്ച് ഓർ ബസന്ത് നഗർ ബീച്ച് കാണാൻ പോവുകയാണ്. ഇത് മറീന ബീച്ചിൻ്റെ സദൺ ടിപ്പാണ്. ഇത് ഒരു കാക്കയുടെ രൂപമാണ്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് കാക്ക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബീച്ച് റോഡിൻ്റെ അരികിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ കാക്കയുടെ രൂപം. ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോഴുള്ള ഒരു കച്ചവടത്തിൻ്റെ ഒരു ദൃശ്യമാണ് നാം കാണുന്നത്. ഞാൻ, ഭാര്യ, മകൾ, മരുമകൻ, അനുജൻ്റെ മകൻ, എൻ്റെ പെങ്ങൾ എന്നിവയാണ് ഈ കൂട്ടത്തിലുള്ളത്. മരുമകൻ ആസിഫ്, അനുജൻ്റെ മകൻ സിയ. സമയം രാത്രി 8 മണിയാകാനായിട്ടുണ്ട്. പല ഗെയിമുകളും ഭാര്യയും മകളും വീക്ഷിക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു റിങ് എറിഞ്ഞ് കളിക്കുകയാണ് മകൾ. റിങ് പോയി വീഴുന്ന സാധനങ്ങൾ നമുക്ക് സ്വന്തമാണ്. പക്ഷേ റിങ് വീഴാൻ സാധ്യത വളരെ കുറവാണ്. അവിടെ വരുന്നവരുടെ കാശ് വാങ്ങിക്കാൻ പല ഉടായിപ്പുകളും അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ അനിയൻ്റെ മകൻ സിയ കുട്ടിക്ക് മിലിറ്ററിയിൽ ഒരു ഓഫീസറാകണം എന്നാണ് മോഹം. അതുകൊണ്ട് ഫയറിംഗ് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. മറൈൻ ഫുഡുകൾ ഇഷ്ടം പോലെ അവിടെ പ്രിപ്പയർ ചെയ്ത് വിൽക്കുന്നുണ്ട്. സായാഹ്നങ്ങളിൽ എല്ലാവരും കൂട്ടമായി വന്ന് കഴിക്കുന്നു. ഇത് ഒരു ചോള കച്ചവടക്കാരിയുടെ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. വീട്ടിലെ എന്തൊക്കെയോ പ്രാരബ്ധങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ് എന്ന് തോന്നും. ചെറിയ കുഞ്ഞുങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഈ കളിപ്പാട്ടങ്ങളുണ്ട്. വിൽപ്പനക്കാരെ എല്ലാവരും അവരവരുടെ മൊബൈലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബീച്ചിലേക്ക് ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗങ്ങളിലുള്ള ഒരു കച്ചവട ദൃശ്യമാണ് ഇത് നിങ്ങൾ കാണുന്നത്. ഇതൊരു കൈനോട്ടക്കാരിയാണ്. വർത്തമാനം, ഭാവി, ഭൂതകാലങ്ങളെല്ലാം പറയുന്ന ഒരു കൈനോട്ടക്കാരി. ജോൽസി എവ്വളവ്? അടുത്ത ഒരു ഗെയിമാണ്. പുലിയുടെ ഒരു ഡോളൊക്കെ, വലിയ ഡോളൊക്കെ വെച്ചുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം മറൈൻ ഫുഡ് കോർട്ടുകളുണ്ട്. അവിടെ ഇഷ്ടംപോലെ യുവതി-യുവാക്കൾ വന്നിരുന്ന് ഉല്ലസിച്ച് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ നിന്നും കിട്ടുന്ന ഫ്രഷായ സാധനങ്ങളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ ബീച്ചിലേക്ക് വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സീസൺ ഇല്ലാത്തത് കൊണ്ടാണ് തിരക്കില്ലാത്തത്. സീസണാണെങ്കിൽ ഇവിടെയൊക്കെ ജനനിബിഡമായിരിക്കും. ഇവിടെ ഒരാൾ ചോളം ചുട്ടുകൊടുക്കുകയാണ്. ചോളം കരിയുന്ന നല്ല മണം. കുതിരക്കാർ അവരുടെ കക്ഷികളെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. വളരെ ഇരുട്ടായി അപ്പോഴേ. എഡ്വാർഡ് ഇലിയറ്റിൻ്റെ ഒരു മെമ്മറിയാണ് അവിടെ കാണുന്നത്. ഞങ്ങൾ അവിടെ നിന്നും അങ്ങനെ റോഡിലേക്ക് ഇറങ്ങി. ബീച്ചിൻ്റെ മുൻവശത്ത് കാണുന്ന റോഡാണത്. ബസന്ത് നഗർ ബീച്ചിൽ വന്ന ആൾക്കാരുടെ വാഹനങ്ങളും മറ്റുമാണ് നാം ഈ കാണുന്നത്.